പണം ഒന്നിച്ച് കൈ കിട്ടുന്ന കണ്ടപ്പോൾ പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ലപ്പ. കള്ളൻ്റെ മകൻ എപ്പോഴും കള്ളന്നെ ആവുള്ളൂ അല്ല സാറേ? മനഃപൂർവ്വം അല്ലപ്പ. അടുത്ത ആഴ്ച ഇവളുടെ മനസ്സമ്മത. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലേ ചത്ത് കളയുമെന്ന് ഇവള് പറഞ്ഞപ്പോ അതുകൊണ്ടാ. എന്നാലും വേണ്ടിയിരുന്നില്ല ചിക്കു. ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് എന്തിനാ ഇത്രയും പണം? അതോ ഇങ്ങനെയൊക്കെ നിന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ അറിയാതെ ചെയ്തു പോയതാപ്പ. ഇനിയിപ്പോ ആന്റണി തെച്ചിക്കാരനെ കൂടി പോക്കണം. അതിനെന്തൊരു വഴി? അതിന് നമ്മളെ സഹായിക്കാൻ എൻ്റെ ഒരാളുണ്ട് സാർ. ഏട്ടൻ കണ്ട് പടയ്ക്കണ കണ്ടില്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യാം? ഞങ്ങൾ നിരപരാധികളെന്ന് സാറിന് ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളാണ് സാർ ഈ പണവും തോക്കൊക്കെ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതിന്റെ പേരിൽ പുലിവാല് പിടിക്കാനൊന്നും ഞാനില്ല. എന്താച്ചാ റിട്ടയർമെന്റ് അടുത്ത് വരികയാണേ. സാറേ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് എന്താണ്? ഒരു മിനിറ്റ് ഈ മാല സാറിന് ഓർമ്മയുണ്ട? കട്ടാണോ? കട്ടതാ. സാറിന്റെ കൃഷ്ണനാട്ടൻ കളിയുടെ ഇടയിലേ അന്ന് ഞാൻ അടിച്ചു മാറ്റിയതാ. അത് എടുത്തു നീയായിരുന്നോ? അപ്പോ എല്ലാം നീ പറ്റിപ്പോയി സാറേ. സാർ ഇതൊരു കാണിക്കായി സ്വീകരിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം. അയ്യോ ശരി. നീ അന്ന് കണ്ടതൊക്കെ അവരോട് പറഞ്ഞടാ? ഇല്ല, പറയണ. അയ്യോ, പുറത്തിറങ്ങി എന്റെ പണി പോകും. അത് പോവും. പിന്നെ എന്റെ ഭാര്യ അറിഞ്ഞാൽ ആ നിമിഷം അവൾ എന്നെ തല്ലിക്കൊല്ലും. എന്തായാലും തല്ലിക്കൊല്ലും. നീ എന്നെ ചതിക്കരുത്. കള്ളന്മാർ കക്കാറുള്ളൂ, ചതിക്കാറില്ലേ? നീയാടാ യഥാർത്ഥ കള്ളൻ. എന്തൊരു കൈക്കൂലിയായിട്ട് വെച്ചു. താങ്ക് യു. ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. സാറേ, ഈ ആന്റണി തെച്ചിക്കാടിന് സുധാകരൻ്റെ മരണമായിട്ട് എന്തോ ബന്ധമുണ്ട്. സാറേ അയാളൊന്ന് പൊക്കിയ ഏട്ടടാ. ഇനി പറയടാ, സുധാകരനെ ബാധ്യ നീ എങ്ങനെയാ കൊന്നത്? ഞാനല്ല സാറേ കൊന്നത്. പിന്നെ ഒരു 6 മാസത്തെ സാവകാശം എനിക്ക് തരണം. അപ്പോഴേക്കും എങ്ങനെയെങ്കിലും ഞാൻ പലിശ സംഘടിപ്പിച്ച് തന്നോളാം. എന്റെ ആകെയുള്ള സമ്പാദ്യമാണ് ആ വീട്. കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആധാരോട് വെച്ചിട്ട് എഗ്രിമെന്റ് ഒപ്പിടുത്തുകാരാ. ഞാൻ പലപ്പോഴായി 11 ലക്ഷം രൂപയാ തനിക്ക് തന്നിട്ടുള്ളത്. അത് പലിശയും പലിശയുടെ പലിശയൊക്കെ ആയി 10-27 ലക്ഷം രൂപയായി. അത് തിരിച്ചു തരാൻ വയ്യെങ്കിൽ താൻ പോയി ചാവ്. മര്യാദയ്ക്ക് ഒപ്പിടുന്നുണ്ടോ?
1 മാസത്തിനുള്ളിൽ എനിക്ക് വീടൊഴിഞ്ഞു തരണം. നീ എന്തേ കാര്യം പോലീസിനെ അറിയിക്കായിരുന്നത്? അതിന് ഞാനല്ലല്ലോ സാറേ കൊന്നത്. നീ തന്നെയാ കൊന്നത്. ഒരു പാവപ്പെട്ടവനെ കൊലക്ക് കൊടുത്തിട്ട് നീ വലിയ മാന്യനായിട്ട് ജീവിക്കാണല്ലേ? പിന്നെ ഞാൻ നീ കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുണ്ടായ ചീത്തപ്പേര് എത്രയാണെന്ന് അറിയടാ. ഇവന്റെ പേരിൽ കുബേരയും മണി ലെൻഡേഴ്സ് ആക്ടും ഒക്കെ വെച്ച് നല്ലൊരു FIR ഇടണം. പുറത്തിറങ്ങരുത്. യൂസ്ലെസ്. മേഡം, ഇനി നമ്മൾ ഈ കേസിൽ വിഷ്ണുവിനെ റോയിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത് നമ്മളാണ്. അപ്പോ സുധാകരന്റെ മരണം വീട് കൈവിട്ടു പോകുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് തീരുമാനിച്ച സുധാകരൻ അന്ന് തന്നെ വിഷം വാങ്ങിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയത്. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ അതിന് തെളിവാണ്. ഭാര്യയോടൊപ്പം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് ആത്മഹത്യക്കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരുന്ന സുധാകരനെയാണ് അന്ന് പണമെടുക്കാനായി അവിടെ കയറിയ പ്രഭാകരൻ കണ്ടത്. സുധാകരേട്ടാ, നമ്മൾ പോയാ പിന്നെ നമ്മുടെ മോൾക്ക് ആരുണ്ടാകും? ഒരായുസിന്റെ പ്രയത്നമല്ലേ രമണി നമ്മുടെ ഈ വീട്. ഇത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നമ്മൾ പോയാൽ ഇതെങ്കിലും നമ്മുടെ മോക്ക് കിട്ടും. മറ്റൊന്നും ഇനി ഓർക്കണ്ട. അതുമാത്രമല്ല, സുധാകരനും ഭാര്യയും വിഷം കഴിച്ചാണ് കിടന്നതെന്ന് അറിയാതെയാണ് പ്രഭാകരൻ അവരെ ക്ലോറോഫോം അടപ്പിച്ചത്. പിന്നെ പ്രഭാകരന്റെ നിഴൽ കണ്ട് വിഷ്ണു ആ വീട്ടിൽ കയറിയപ്പോഴാണ് ID കാർഡ് നഷ്ടപ്പെട്ടത്. ആ സമയം അവിടെ മോഷണത്തിനായി കയറിയ ജെയിംസ് വെളിച്ചത്തിനായി ആത്മഹത്യക്കുറിപ്പുകൾ കത്തിച്ചതാണ് ഈ കേസ് ഇത്ര സങ്കീർണമാകാൻ കാരണം. ആന്റണി തെച്ചിക്കാടന് 7 വർഷം ശിക്ഷ വിധിച്ച ജില്ലാ സെഷൻസ് കോടതി കൊടും കുറ്റവാളിയായ ചെന്നായ സുഗുണനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. ജിക്കുവിൻ്റെയും പ്രഭാകരൻ്റെയും കേസുകൾ അനുഭാവപൂർവ്വം പരിഗണിച്ച കോടതി 2 പേരെയും താക്കീത് നൽകി വിട്ടയച്ചു. ജെയിംസ് ചെയ്ത കുറ്റങ്ങൾ കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ടെങ്കിലും മാനസാന്തരപ്പെട്ട് കുറ്റം സ്വയം ഏറ്റുപറഞ്ഞതിനാൽ 6 മാസത്തെ വെറും തടവിന് ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവായി. ഇനിയിപ്പോ ഇവളല്ലേ നിന്റെ കൂട്ടിനെ? അപ്പൊ ശരി ഓ സാറേ. ചില നല്ല മനസ്സുകളുടെ കാരുണ്യത്താൽ അമ്മുക്കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ കൃത്യസമയത്ത് തന്നെ നടന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വർഷത്തെ മികച്ച കുറ്റാന്വേഷകരുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ SI പരമേശ്വരനാർക്ക് ലഭിച്ചു. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട വിഷ്ണു റോയിയും തിരികെ ജോലിയിൽ പ്രവേശിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ സാറേ പോലീസുകാരൻ എന്റെ വിസിറ്റിംഗ് റൂമിൽ ഒന്ന് കാണുന്നു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കിപ്പോ ഉണ്ടായിരുന്നു. അല്ല സാറന്മാരെ കല്യാണക്കാരിക്ക് എന്തായി? പിള്ളേർക്കൊന്നും ഇപ്പൊ പോലീസുകാരെ വേണ്ടടാ, കള്ളന്മാരെയും പിടിച്ചൊരുക്കാരൊക്കെ മതി. സാറന്മാരുടെ ഈ ചെറിയ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല 2 പെങ്ങളാങ്ങളെ സാറന്മാർക്ക് കിട്ടും. കിട്ടൂലേ? പിന്നെ അതെങ്ങനെയാടാ?
വിരുദ്ധ ധ്രുവങ്ങള് ആകർഷിക്കുന്നല്ലേ?